എപ്പോഴാ നീ എൻ്റെ സ്വപ്നമായി മാറിയ, എങ്ങനെ നീ എൻ്റെ ജീവനായി തീർന്നത്. പാട്ടടാൻ മരങ്ങൾ പാട്ടടാതെ കേട്ടമ്മ ചേലയാണ് ചേല ചെയ്യത്. പിന്നെന്താ മുത്തുമണികൾ, എത്ര മനസ്സിൽ ഇതാ തലയിൽ ഭാരമുണ്ട് കേട്ടോ. അന്നത്തിലെ ഡബിൾ ഉണ്ട് നമ്മളെ സബ്സ്ക്രൈബേഴ്സൊക്കെ കാണുന്നത്. പക്ഷെ ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകും. നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ സപ്പോർട്ടിനുണ്ട്, അത് തന്നെയാണ് നമ്മളെ ധൈര്യം. പിന്നെ ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ? അപ്പം മിഞ്ഞാന്ന് ലേഹം പെരുകിയിട്ടുണ്ട്. അപ്പൊ കാര്യമായിട്ട് വന്നത് എന്താ ചെയ്യുമ്പോൾ ഒരുപാട് ഓർഡറുകളുണ്ട്. നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് വിടാൻ പറയുന്നുണ്ട്. നിങ്ങൾ വിളിച്ചാൽ ചിലപ്പോൾ എനിക്ക് കിട്ടൂല. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ കിട്ടൂല. നിങ്ങൾ വാട്സപ്പ് ചെയ്ത് വെച്ചാൽ മതി, റിപ്ലൈ തരും. രാത്രിയാണെങ്കിൽ റിപ്ലൈ തരും. ആദ്യമായിട്ട് കാണുന്നവര് റിഷാമൊയ്തു ഫാമിലി നമ്മളെ ചാനലാണ്, ഒന്നും ലയിക്കുമ്പോൾ തൊടുകൊണ്ട് കേട്ടോ. എന്നാൽ തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കപ്പെടുള്ളൂ. അപ്പൊ ഇത് എന്തിനുള്ള ലേഹ്യാന്നായിരിക്കൂലേ? ഇതാണ് നമ്മളെ നെഡ്സിന്റെ ലേഹ്യം. അടിപൊളി ലേഹ്യാട്ട മക്കളെ. തിന്നോലൊക്കെ ഒന്ന് കമന്റ് ചെയ്തോളി. എന്തായാലും തിന്നാൻ കഴിയൂലെന്ന് പറയില്ല നിങ്ങൾ കേട്ടോ. പറയണവര് വാങ്ങിച്ചിട്ട് പിന്നെ 1-2 kg ഒക്കെ വാങ്ങിക്കാണ്ട് റെഡിയാക്കി നിൽക്കുന്നവരാണ് കേട്ടോ. അപ്പൊ ഇന്നലെ ഉണ്ടാക്കി നമ്മൾ ആഴ്ചയിൽ ഉണ്ടാക്കണം. നമ്മൾ ഇവിടെ ഉണ്ടാക്കി വെക്കണ പരിപാടിയില്ല. അപ്പൊ കുറച്ച് ഓർഡർ കൂടി ഉണ്ട്. വേഗം പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് വെച്ചോളി. കഴിയില്ലാത്തോല് വിളിച്ചോളിട്ടോ. പിന്നെ എന്തിനുള്ള ലേഹ്യാന്നായിരിക്കൂലേ? നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ അസ്ഥിർക്കം വെള്ളപ്പൂക്ക് പറഞ്ഞല്ലേ. അത് PCOD, അതേപോലെ പീരിയഡ്സ് റെഗുലർ ആവാക്കുക, ചോര നീരും ഇല്ലാതാക്കുക, ബ്ലഡ് കൗണ്ട് കുറയുക, അതിനുള്ളവർക്കൊക്കെ നല്ല അടിപൊളി ലേഹ്യാണ് നമ്മളെ ഇച്ചുമ്മ നെഡ്സ് ലേഹ്യ കേട്ടോ. നട്സ് മുന്നോട്ട് നിൽക്കണോണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യത്തിൽ നട്സ് ലേഹം എന്ന് തീർച്ചയായിട്ടും വിളിച്ചാൽ മധുരത്തിന് നമ്മൾ ഇതിൽ ഈത്തപ്പഴവും ശർക്കര പാനിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മധുരമൊന്നുമല്ല, ഒരു മീഡിയം മധുരമാണ്. കയ്പും പുളിപ്പും അധികം ആളുകൾ ചോദിച്ചാലും തിന്നാൻ കഴിയോ അറിയില്ല, ചമർപ്പാണോ. അടിപൊളിയാണ്. നിങ്ങൾക്ക് കോഴിക്കോട് ഹലുവ തിന്നണ പോലെ തന്നെയാണ് ഇത് കേട്ടോ. അപ്പൊ വേണ്ടവർ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. പിന്നെ പ്രസവിച്ചവർക്ക് തിന്നാൻ പറ്റുമോ ചോദിക്കലുണ്ട്. പ്രസവിച്ച സ്ത്രീകൾ ഒരുപാട് കൊണ്ടാവലുണ്ട്. നന്നായിട്ട് പാലുണ്ടാവും. അത് ഞാൻ ഫുള്ള് ഗ്യാരണ്ടി പറയാം. കവിളൊട്ടി മെലിഞ്ഞ് നിൽക്കണവരൊക്കെ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി. കല്യാണമൊക്കെ റെഡിയായി നിൽക്കണവർക്ക് മാക്സിമം ഒരു 300-500 ബോട്ടിലെങ്കിലും നിങ്ങൾ കഴിച്ചിരിക്കണം എന്ന് ഞാൻ പറയലുണ്ട്. ഒരു മാസമെങ്കിലും നിങ്ങൾ കഴിക്കണം. അപ്പൊ അടിപൊളിയായിട്ട് നിങ്ങൾ തടിയെന്ന് പറഞ്ഞാൽ നമ്മൾ വീർപ്പിക്കുന്ന പരിപാടിയില്ല. ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് വിശപ്പ് വന്നുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ. നിങ്ങൾക്ക് തടിയും വെക്കുക കേട്ടോ. ബ്ലഡ് കൗണ്ട് കൂടും. നമ്മൾ ഒരുപാട് വോയിസ് വാട്സപ്പിൽ കിടക്കുന്നുണ്ട്. നമ്മൾ എല്ലാവരും ചെയ്യണ പോലെ പബ്ലിക് ആക്കലില്ല. നിങ്ങളെ പ്രൈവസിയാണ്. ചോദിക്കണവർക്ക് നമ്മൾ വാട്സപ്പിൽ കേൾപ്പിച്ചു കൊടുക്കുന്നല്ലാതെ ഈ പറഞ്ഞ അസുഖം മാറിയതും അതേപോലെ ബ്ലഡ് കൗണ്ട് കൂടിയതും പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ പാലുണ്ടായിട്ടാർന്ന് സന്തോഷത്തോട് പറയണമൊക്കെ ഒരുപാട് വാട്സപ്പിലുണ്ട് കേട്ടോ. പിന്നെന്താ പുതിയ വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും. അപ്പൊ പെട്ടെന്ന് ബുക്ക് ചെയ്തോളി. പീരിയഡ്സ് റെഗുലർ ആവാനും ബ്ലഡ് കൗണ്ട്